സ്റ്റാർട്ട് ചെയ്യോ? അച്ഛാ മേഡം സ്റ്റാർട്ട് ചെയ്തു. ആശ മേഡം. ആശ മേഡം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. എല്ലാവർക്കും വളരെയധികം ചൂടുണ്ട്, നല്ല വെയിലാണ്. വെയിലത്തിറങ്ങാൻ നമ്മുടെ ഗവൺമെന്റിന്റെ വരെ നമുക്ക് റെഗുലേഷൻ പ്രകാരം നമ്മൾ 11 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങരുതെന്നാണ് പറയുന്നത്. അത്രയും ചൂടുള്ള ഒരു സമയത്തിലൂടെ, അത്രയും വെയിലുള്ള ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോ അതിനനുസരിച്ച് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിലും സൗന്ദര്യ കാര്യങ്ങളിലും ഒക്കെ നേരിടുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ സവിത സുധി ഫ്രം എറണാകുളം. ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്യുന്നത് കോഴിക്കോട് നിന്നാണ്. അപ്പോ എവിടെ നിന്നാണെന്നുണ്ടെങ്കിലും എപ്പോഴാണെന്നുണ്ടെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും ഇപ്പൊ എല്ലായിടത്തും ഒരുപോലെ കേൾക്കുന്ന കാര്യം വെയിലിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ വെയിലത്തിറങ്ങുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. കുറച്ചു കാലം മുന്നേ ഒരു പക്ഷേ സൺസ്ക്രീൻ എന്താണ് എന്നുള്ളത് ആളുകളോട് നമ്മൾ വിശദീകരിച്ച് കൊടുത്തെങ്കിൽ മാത്രമേ അതിന് പരിചയം ഉണ്ടാവുകയുള്ളൂ. അതേസമയം ഇന്നത്തെ ഒരു കാലം എന്ന് പറയുന്നത് സൺസ്ക്രീൻ അറിയാത്ത ഒരാൾക്ക് പോലും അറിയില്ലാത്തതില്ല. കാരണം എല്ലാവർക്കും അത് ഉപയോഗിക്കാതെ പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക്, അത് വീട്ടിലിരിക്കുമ്പോൾ പോലും ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോ എന്താണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്? സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം സണ്ണിനെ സ്ക്രീൻ ചെയ്യുക. അതായത് ചർമ്മത്തിൽ ഏൽക്കുന്ന അൾട്രാ വയലറ്റ് റേഡിയേഷൻസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മുടെ സ്കിൻ ക്യാൻസറിന് കാരണമാവുന്ന അൾട്രാ വയലറ്റ് കിരണങ്ങളാണ് എന്നെല്ലാം നമ്മൾ പല മാധ്യമങ്ങളിലൂടെയും ഒക്കെ നമ്മൾ പഠിക്കുന്ന കാലത്തും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയായാലും സൂര്യപ്രകാശത്തിലെ UV റേസ് ഉണ്ട്. എത്ര മഴക്കാറുള്ള ഒരു ദിവസമാണെങ്കിൽ കൂടി നമ്മുടെ മേഘങ്ങൾക്കിടയിലൂടെ തന്നെ സൂര്യപ്രകാശത്തിലുള്ള UV റേസിന്റെ അൾട്രാവയലറ്റ് കിരണങ്ങളുടെ 80% എങ്കിലും ഭൂമിയിൽ എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ഈ 80% എത്തിച്ചേർന്നാൽ പോലും നമ്മുടെ സ്കിന്നിന് വളരെയധികം ഹാംഫുൾ ആണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോ ഈ സൺസ്ക്രീൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ UV റേസിനെ ഫിൽട്ടർ ചെയ്യുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് ചെയ്യുന്നത്. അത് രണ്ട് രീതിയിൽ ഫിൽട്ടറിങ് അവിടെ നടക്കുന്നുണ്ട്. ഒന്ന് ഫിസിക്കൽ ഫിൽട്ടറിങ്, അത് പിന്നെ കെമിക്കൽ ഫിൽട്ടറിങ് എന്ന രണ്ട് കാര്യങ്ങളിലൂടെയാണ് ഒരു സൺസ്ക്രീനിൽ ഫിൽട്ടറിങ് നടക്കുന്നത്. നമ്മൾ UV റേസിന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിൽ പുറമെ അപ്ലൈ ചെയ്യുന്ന പ്രോഡക്റ്റുകളെയാണ് നമ്മൾ സൺസ്ക്രീൻ എന്ന് വിളിക്കുന്നത്. ആ സൺസ്ക്രീനിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ രണ്ട് വിധത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഫിസിക്കൽ ഫിൽട്ടറായിട്ടും കെമിക്കൽ ഫിൽട്ടറായിട്ടും. അതായത് നമ്മുടെ സ്കിൻ സെൽസിനെ ഡാമേജ് ആകാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ സൺസ്ക്രീനിന്റെയും
ധർമ്മം. സൺസ്ക്രീൻ പല തരത്തിലുള്ളതാകാം. നമുക്ക് പരിചയമുള്ള 2 തരത്തില് നമുക്ക് വെസ്റ്റീജ് കമ്പനി നമുക്ക് സൺസ്ക്രീനുകൾ തരുന്നുണ്ട്. അതായത് ക്രീം രൂപത്തിലും സിറം രൂപത്തിലും. മറ്റൊരു തരത്തിൽ കൂടിയാകാം അത് സ്പ്രേ രൂപത്തിലും സൺസ്ക്രീനുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ ഫിസിക്കൽ ബ്ലോക്കേഴ്സ് ഉണ്ട്, കെമിക്കൽ ബ്ലോക്കേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഫിസിക്കൽ ബ്ലോക്കേഴ്സിന് എങ്ങനെയാ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ അത് മിനറൽ ഫോമിലുള്ളതാണ് ഈ ഫിസിക്കൽ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്നത്. അതായത് സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ് തുടങ്ങിയ മിനറൽസിന്റെ ഒരു കോമ്പൗണ്ട് അതെന്ത് ചെയ്യുന്ന വെച്ചാൽ സ്കിന്നിന്റെ മുകളിൽ ഒരു കണ്ണാടി പോലെ അല്ലെങ്കിൽ ഒരു റിഫ്ലക്ടർ പോലെ ഒരു ഷീൽഡ് പോലെ വർക്ക് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ UV റേസ് തട്ടി തെറിച്ചു പോകും, അതായത് റിഫ്ലക്ട് ചെയ്തു പോവോ അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്തു പോവോ ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് എത്തുന്ന UV റേസിന്റെ അളവ് വളരെയധികം കുറവായിരിക്കും, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. ആ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ കഴിയും. അതുകൂടാതെ സൺസ്ക്രീനുകളിലെ വേറെ ഒരു വിഭാഗം എന്ന് പറയുന്നത് കെമിക്കൽ അബ്സോർബേഴ്സ് കൂടെ അടങ്ങിയിട്ടുണ്ട്. ആ കെമിക്കൽ അബ്സോർബേഴ്സ് എന്തിനാണെന്ന് വെച്ചാല് അത് ഓർഗാനിക് സംയുക്തങ്ങൾ തന്നെയാണ് അതിലുണ്ടാവുക. അത് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ UV റേസിനെ അബ്സോർബ് ചെയ്യും. അത് അതിന്റെ ഫോമിൽ തന്നെ ഇപ്പൊ UV റേസ് എന്ന് വെച്ചാൽ നമുക്കറിയാം റേഡിയേഷൻ രൂപത്തിൽ നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്ന നമ്മുടെ സ്കിന്നിലേക്ക് എത്തുന്ന ഒക്കെ റേഡിയേഷൻ ആയിട്ടാണ്, അതായത് വികിരണങ്ങളായിട്ടാണ് എത്തുന്നത്. ഇതിനെ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റേഡിയേഷനെ ഹീറ്റ് എനർജി ആക്കിയിട്ട് മാറ്റുന്നു. ഹീറ്റ് ആക്കി മാറ്റുകയും പിന്നീട് ശരീരത്തിൽ നിന്ന് ആ ചൂടിനെ പുറത്തേക്ക് വിടുകയും ചെയ്യും. അപ്പോ ഈ നമ്മുടെ സ്കിന്നിന്റെ മുകളിൽ ഇരിക്കുന്ന ഈ കെമിക്കൽ അബ്സോർബേഴ്സ് ആണ് ഈ റേഡിയേഷൻ മുഴുവൻ സ്വീകരിച്ചിട്ട് ചൂടായിട്ട് പുറത്തേക്ക് വിടുന്നു. ഈ 2 രീതിയിലാണ് ഒരു സൺസ്ക്രീനിലെ ഘടകങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇനി ഈ സൺസ്ക്രീനിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്. അതിന് ഏറ്റവും അധികം കേൾക്കുന്നത് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് SPF എന്ന് പറയുന്നതാണ്. എന്താണ് SPF എന്ന് പറഞ്ഞാല്? SPF എന്ന് പറഞ്ഞാൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്ന് തന്നെയാണ്. അതായത് എത്രത്തോളം നന്നായിട്ട് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ സൺസ്ക്രീൻ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന് കഴിയുന്നു എന്നുള്ളത് അർത്ഥമാക്കുന്ന അല്ലെങ്കിൽ കാണിക്കുന്നതാണ് SPF എന്ന് പറയുന്ന ആ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ സ്പെക്ട്രത്തില്, അതായത് ദൃശ്യപ്രകാശത്തില് UV റേസില് UV റേസിന്റെ തന്നെ പലതായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ UVA റേസ് ഉണ്ട്, UVB റേസും ഉണ്ട്. അപ്പൊ UVA റേസ് ഏജിങ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ മുഖത്ത് ചുളുക്കുകൾ വീഴുന്നതിനും അതായത് ഏജ് തോന്നിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സ്കിന്നിനെ മാറ്റുന്ന റേസ് ആണ് UVA റേസ് എന്ന് പറയുന്നത്. അതേസമയം UVB റേസ് എന്നാല് നമ്മുടെ സ്കിന്നില് പൊള്ളൽ ഉണ്ടാക്കുക, അതേപോലെ സ്കിൻ ക്യാൻസർ ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന സ്പെക്ട്രത്തിന്റെ UV റേസിന്റെ ഒരു ഭാഗമാണ് UVB റേസ് എന്ന് പറയുന്നത്. അപ്പോ നമ്മള് ചില പ്രൊഡക്റ്റുകളുടെ അല്ലെങ്കിൽ സൺസ്ക്രീനിന്റെ മേളിലൊക്കെ SPF 30 എന്ന് നമ്മൾ കാണാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ 40 എന്ന് കാണാറുണ്ട്, 50 എന്ന് കാണാറുണ്ട്. അപ്പോ ഈ SPF 30 എന്ന് പറഞ്ഞപ്പോ അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടതെന്ന് വെച്ചാൽ സാധാരണ ഒന്നും അപ്ലൈ ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു പ്രിക്കോഷനും എടുക്കാത്ത പ്രിവെന്റീവ് ആയിട്ട് ഒന്നും ചെയ്യാത്ത ഒരു സ്കിന്നില് എത്ര സമയം എടുത്തിട്ടാണോ ആ സ്കിന്നിനെ ഈ പറയുന്ന UVA റേസ് UVB റേസ് ഒക്കെ ബാധിക്കുന്നത്, അതിനേക്കാൾ എത്ര മടങ്ങ് സമയം എടുത്തിട്ടാണ് അതായത് 30 മടങ്ങ് സമയം എടുത്തിട്ടായിരിക്കും നമ്മൾ ഈ SPF 30 ഉള്ള ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മത്തിന് കേടുപാടുകൾ വരുത്തുക എന്നാണ് അതിന്റെ അർത്ഥം. സാധാരണ പറയുക ഒരു SPF ഒരു സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 1 എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് സമയമാണെന്നാണ് പറയുന്നത്. ഇനി നമ്മള് വേറൊരു കാര്യം ഈ സൺസ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ നൽകുന്നത് ഏതെല്ലാം റേസിൽ നിന്നാണ് പ്രൊട്ടക്ഷൻ നൽകുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട ഒരു വാക്ക് നമുക്ക് പഠിക്കാനുള്ളത് ബ്രോഡ് സ്പെക്ട്രം എന്നുള്ളതാണ്. കേട്ടിട്ടുണ്ടാവും, ബ്രോഡ് സ്പെക്ട്രം പ്രിവെൻഷൻ ഉണ്ട് എന്നുള്ളത് നമ്മള് ഇതിന്റെ സൺസ്ക്രീനിന്റെ മുകളിലൊക്കെ കാണാറുണ്ട്.
അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു UVA റേസും UVB റേസും ഉണ്ടെന്ന് പറഞ്ഞു. സാധാരണ ഒരു സൺസ്ക്രീൻ ഒരു ബിലോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ മിക്കവാറും UVA റേസിനെ മാത്രം, അതായത് ഏജിങ്ങിനെ റിങ്കിൾസിനെ ഒഴിവാക്കുന്ന കാര്യം മാത്രമാണ് ചെയ്യാറുള്ളത്. അതേസമയം UVB റേസിന്, അതായത് സൺബേണിൽ നിന്ന് കൂടി അല്ലെങ്കിൽ സ്കിൻ ക്യാൻസറിൽ നിന്ന് കൂടി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ബ്രോഡ് സ്പെക്ട്രം വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ്, അല്ലെങ്കിൽ അതിനെതിരെ ബ്രോഡ് സ്പെക്ട്രത്തിനെതിരെ പ്രിവെൻഷൻ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മുടെ സൺസ്ക്രീനിന്റെ മുകളിൽ നമ്മുടെ SPF 50+, PA+++ എന്നുള്ളൊരു ഇത് കേട്ടിട്ടുണ്ടാവും അല്ലെ, കണ്ടിട്ടുണ്ടാവും. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് PA റേറ്റിംഗ് ആണത്. അതായത് PA+, PA++ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇത് ഏഷ്യയിലെ ഒരു റേറ്റിംഗ് സിസ്റ്റം ആണ്. അത് ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം പ്രൊട്ടക്ഷൻ ആണ് ഈ UV റേസിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മള് എല്ലാവരും സൺസ്ക്രീൻ ഉപയോഗിക്കാറുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എത്ര പേര് സ്ഥിരമായിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവരുണ്ട്? ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോ ഈ സൺസ്ക്രീൻ എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു രണ്ട് കാര്യങ്ങളൊന്ന് പ്രിവെൻഷൻ, UVA റേസിൽ നിന്ന് UVB റേസിൽ നിന്നും പ്രിവെൻഷൻ ലഭിക്കുന്നു, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു കഴിവ് നമ്മുടെ സ്കിന്നിന് പുറത്തുനിന്ന് കൊടുക്കുന്ന ഒരു കാര്യമാണ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞു. ഇനി അത് അങ്ങനെ ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് മെച്ചമാണ് ഉണ്ടാവുക? അതായത് ഫോട്ടോ ഏജിങ് തടയാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പൊ ഒരാളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പോ ഒരു 30 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അയാളുടെ മുഖം കണ്ടാൽ അല്ലെങ്കിൽ ചർമ്മം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഏറെ പ്രായം തോന്നുന്ന ഒരു അവസ്ഥ. അത് സ്ഥിരമായി നമ്മള് സൺസ്ക്രീൻ ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പ്രിവെൻഷൻ ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഈ വെയിലേൽക്കുമ്പോ അത് നമുക്ക് ഡാർക്ക് സ്പോട്ടുകൾ, ഫൈൻ ലൈൻസ്, പിന്നെ ലെതറി സ്കിൻ, അതായത് വരണ്ട ചർമ്മം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ആ ടെക്സ്ചറിൽ സ്കിൻ മാറുക, ലെതറിൽ പിടിക്കുന്ന എങ്ങനെയുണ്ടോ അതുപോലെ നമ്മുടെ സ്കിൻ മാറുന്ന ഒരവസ്ഥ. അങ്ങനെ ഒരു ദിവസം കൊണ്ടല്ല അത് സംഭവിക്കുന്നത്. നമ്മൾ പല ദിവസങ്ങളോ അല്ലെങ്കിൽ പല മാസങ്ങളോ നമ്മൾ ഒരു ഇതും ഇല്ലാണ്ട്, നമ്മുടെ ഒരു പ്രിവെൻഷനോ കാര്യങ്ങളോ ഇല്ലാതെ സൺ എക്സ്പോഷർ വിധേയമായിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചർമ്മത്തിന് നമുക്കുള്ളതിനേക്കാൾ അധികം പ്രായം തോന്നാൻ തുടങ്ങും. പിന്നെ അപ്പോ അങ്ങനെയുള്ളൊരു കാര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുക. അതായത് പ്രായമാവാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പൊ പ്രായമാവാൻ ഇഷ്ടമില്ലാത്തവർ തീർച്ചയായിട്ടും സൺസ്ക്രീൻ ഉപയോഗിക്കുക. അതായത് നമ്മുടെ ചർമ്മത്തിന് നമ്മളുടെ ഒറിജിനൽ വയസ്സിനേക്കാൾ കൂടുതൽ പ്രായം തോന്നിക്കാതിരിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടതാണ്. പിന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ തടയുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പോ ഓൾറെഡി തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ സ്കിന്നിനെ കുറിച്ച് ഒരു ഒട്ടും ബോധേഡ് അല്ലാതെ നമ്മൾ വെയിൽ കൊള്ളുന്നു, സൺസ്ക്രീൻ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി പിഗ്മെന്റഡ് ആയിരിക്കും നമ്മുടെ സ്കിൻ. അപ്പോ ഇനി അതിൽ കൂടുതൽ പിഗ്മെന്റേഷനിലേക്ക് പോകാതിരിക്കുന്നതിനും, അതേപോലെ എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ കൂടുതൽ ഡാർക്കറായി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇതിനേക്കാളൊക്കെ ഉപരി ഇത് ഈ രണ്ട് കാര്യങ്ങളും നമ്മളുടെ സൗന്ദര്യപരമായ കാര്യങ്ങൾ മാത്രമാണ് വന്നത് അല്ലെ. അതേസമയം വേറൊരു വളരെ ആരോഗ്യകരമായ മറ്റൊരു കാര്യങ്ങൾ കൂടി നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതായത് സ്കിൻ ക്യാൻസർ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. കാരണം മെലനോമ പോലെയുള്ള സ്കിൻ ക്യാൻസറുകൾ ഒക്കെ തടയുന്നതിന് വേണ്ടിയിട്ട്, അതായത് അതിന് കാരണമാവുന്നത് UVB റേസ് ആണ്. UVB റേസിനെ തടഞ്ഞില്ല നമ്മുടെ സ്കിന്നിലേക്ക് കൂടുതൽ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സ്കിൻ ക്യാൻസറിലേക്കായിരിക്കും വഴിവെക്കുക. ഇന്നത്തെ വെയിലിന്റെ കാഠിന്യം നമുക്ക് എല്ലാവർക്കും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ വെയിലത്ത് നമ്മൾ സൺസ്ക്രീൻ ഇല്ലാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുറച്ച് കാലത്തിനുള്ളിൽ നമ്മളത് സ്കിൻ ക്യാൻസറിലേക്ക് എത്തിക്കാനായിട്ട് ഒരു കാരണമാവുന്നുണ്ടാവും. അപ്പോ
നമ്മൾ ഏത് കാലാവസ്ഥ ആയിക്കോട്ടെ, അതായത് ചിലപ്പോ ഇപ്പൊ ഈ കാലഘട്ടത്തിന് എന്തായാലും സൺസ്ക്രീൻ ഇല്ലാതെ പുറത്തിറങ്ങാനായിട്ട് ഒട്ടും പറ്റില്ല. അതേസമയം ഇനി മഴക്കാലത്ത് എല്ലാവരും ചോദിക്കാറുണ്ട്, ഈ മഴയുള്ള സമയത്തോ അല്ലെങ്കിൽ മഴക്കാലമുള്ളപ്പോഴൊക്കെ എന്തിനാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്, വെയിലില്ലല്ലോ എന്ന്. പക്ഷേ ഈ മഴയുള്ള സമയത്തും നമ്മുടെ ഭൂമിയിലേക്ക് UVA റേസ് UVB റേസ് ഒക്കെ വരുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും സൺസ്ക്രീൻ ഉപയോഗിച്ചിരിക്കണം. ഇനി ഈ സൺസ്ക്രീനിനെ കുറിച്ച് പറയുമ്പോൾ നമ്മള് ഈ പ്ലാറ്റ്ഫോമിലുള്ളവര് എല്ലാവരും തന്നെ പ്രസ്റ്റീജ് ബിസിനസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ അതിന്റെ കസ്റ്റമേഴ്സോ ഒക്കെ ആയിരിക്കാം. അപ്പോ തീർച്ചയായിട്ടും നമ്മള് വെസ്റ്റേജ് കമ്പനി നമുക്ക് തരുന്ന സൺസ്ക്രീനുകളെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ പല ബ്രാൻഡുകളിലായിട്ട് പല സൺസ്ക്രീനുകളും നമ്മുടെ വെസ്റ്റേജ് കമ്പനി നമുക്ക് തരുന്നുണ്ട്. ഞാൻ ഇതിന്റെ പറയണതിനിടയ്ക്ക് ഷെയർ ചെയ്യാൻ വിട്ടുപോയി. അപ്പൊ വെസ്റ്റേജ് നമുക്ക് തരുന്ന ആദ്യത്തെ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് അഷറിന്റെ സൺ ഡിഫൻസ് ക്രീമാണ്. അതായത് SPF 30+ ആണ് അത് തരുന്നത്. അതായത് 30+ നമുക്ക് സ്ഥിരമായിട്ട് ഡെയിലി ഉപയോഗിക്കാൻ കഴിയുന്ന അഷൂർ റേഞ്ചിൽ വരുന്ന ഒരു സൺസ്ക്രീൻ ആണ് ഈ സൺ ഡിഫൻസ് ക്രീം എന്ന് പറയുന്നത്. അതിന്റെ കീ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് അലോവേരയാണ്. അലോവേരയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാം അതിന്റെ കൂളിംഗ് എഫക്ട് എത്രയാണ്, നമ്മുടെ സ്കിന്നിനെ എത്രത്തോളം അത് പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോൺ ഗ്രീസി ആയിട്ടുള്ള, പെട്ടെന്ന് തന്നെ അബ്സോർവ് ചെയ്ത് നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആകും. പിന്നെ ഈ പറയുന്ന ബ്രോഡ് സ്പെക്ട്രം പ്രിവെൻഷനുള്ള, അതായത് ബ്രോഡ് സ്പെക്ട്രത്തിനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ആണ് നമ്മുടെ സൺ ഡിഫൻസ് ക്രീം 30+. അതേപോലെ സ്കിൻ ഡാർക്ക് ആവണതും പിന്നെ നമ്മുടെ വിയർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ക്രീമുകൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. അതേസമയം ഇത് സ്വെറ്റ് റെസിസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ എക്സ്ട്രാക്ട് അടങ്ങിയതാണ്, സ്കിന്നിന് ഏറ്റവും യോജിച്ച പ്രൊഡക്റ്റ് ആണ്. അപ്പോ നമ്മളിപ്പോ സാധാരണ വീട്ടിൽ ഒരുപാടൊന്നും നമ്മള് പുറത്തേക്ക് ഇറങ്ങുന്നില്ല, അതായത് കുറഞ്ഞ സമയം മാത്രമാണ് നമ്മൾ പുറത്ത് ചിലവഴിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും SPF 30+ നമുക്ക് നമ്മുടെ അഷറിന്റെ സൺ ഡിഫൻസ് ക്രീം നല്ലൊരു ഓപ്ഷനാണ് നമുക്ക്. അത് ഒരു 60 ഗ്രാമിന്റെ പാക്കേജിലാണ് വരിക. നമുക്ക് അതിന്റെ MRP വരുന്നത് 320 രൂപയും DP വരുന്നത് 225 രൂപയാണ്. ഇനി നമ്മുടെ വെസ്റ്റേജ് നമുക്ക് സൺസ്ക്രീൻ കാറ്റഗറിയിൽ തരുന്ന ഒന്നാമത്തെ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ അഷർ റേഞ്ചിലുള്ള അഷർ നാച്ചുറൽ സൺസ്ക്രീൻ SPF 40+ ആണ് വരുന്നത്. അതില് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് വരുന്നത് മാഷ്മെല്ലോ, ഒലിവ് എക്സ്ട്രാക്ട്, അലോവേര, കുക്കുംബർ, കോക്കനട്ട് ഓയിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ്, പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, ക്രൂവൽറ്റി ഫ്രീ ആണ്. നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ അങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി ഈ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമുക്ക് സാധാരണ സൺസ്ക്രീനുകൾ ചൂസ് ചെയ്യാറുള്ളത്. ഇതെല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ് നമ്മുടെ SPF 40+ വരുന്നത്. അത് UVA റേസിനെയും UVB റേസിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ വളരെയധികം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതും നോൺ ഗ്രീസി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് നമ്മുടെ അഷർ നാച്ചുറൽ കാറ്റഗറി വരുന്ന സൺസ്ക്രീൻ. ഇനി അതിന് വളരെ നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ട്. പെർഫ്യൂം, നല്ലൊരു ലൈറ്റ് സ്മെല്ലാണ് അതിനുള്ളത്. അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ടാൻ
ഈ ടാൻ വരാതിരിക്കുന്നതിന് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ സൺബേണിനെയും പ്രീമച്ചുർ ഏജിങ്ങിനെയും ഒക്കെ തടയുന്നതിനും ഒക്കെ സാധിക്കുന്നുണ്ട്. അതേപോലെ വിയർത്തൊലിച്ച് പോകുന്നില്ല. വെള്ളം തൊട്ടാലൊന്നും എന്ന് വെച്ചാൽ കുളിച്ചാലൊക്കെ പോവും. വെള്ളത്തിനെയും അതേപോലെ വിയർപ്പിനെയൊക്കെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുന്നതിന് അതിൽ ഒലിച്ചു പോകാതിരിക്കുന്നതിന് കഴിവുള്ള ഒരു സൺസ്ക്രീൻ ആണ്. അത് 75 ഗ്രാമിന്റെ ഒരു പാക്കിങ്ങിലാണ് നമുക്ക് കിട്ടുക. അതിന്റെ MRP വരുന്നത് 685 രൂപയും DP വരുന്നത് 480 രൂപയുമാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഫോർമുല 9-ലുള്ള ഹൈഡ്രേറ്റിംഗ് സൺസ്ക്രീൻ സിറം ആണ്. ഇപ്പോ ആ പേരില് വ്യത്യാസം. നമ്മൾ മറ്റു രണ്ട് സൺസ്ക്രീനുകളും കണ്ടത് ക്രീം ബേസ്ഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇത് സിറം ബേസ്ഡ് സൺസ്ക്രീൻ ആണ്. നമുക്കറിയാം സ്കിൻ ഫോർമുല 9 എന്ന് പറയുന്നത് ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആണ്. അത് അഡ്വാൻസ്ഡ് സ്കിൻ കെയർ റേഞ്ചിൽ വരുന്ന പ്രോഡക്റ്റ് ആണ്. അതായത് ട്രീറ്റ്മെന്റ് ബേസ്ഡ് ആണ്. മീൻസ് അത് നമുക്ക് നമ്മളുടെ സ്കിന്നിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജുകൾ അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യേണ്ടത് ഈ സ്കിൻ ഫോർമുല 9-ന്റെ ഹൈഡ്രേറ്റിംഗ് സൺസ്ക്രീൻ സിറം ആണ്. കാരണം അതില് ഒരു ഹൈഡ്രേഷൻ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്കിന്നില് മോയ്സ്ചർ നിലനിർത്താനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മുടെ മറ്റു രണ്ട് സൺസ്ക്രീനുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ക്രീം ബേസ്ഡ് ആണ്. ചിലപ്പോൾ ചിലർക്കെങ്കിലും ഓയിലി സ്കിൻ ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ അത് പറ്റണമെന്നില്ല. കാരണം ഓയിലി സ്കിൻ ഉള്ളവർക്ക് പിന്നെ ക്രീം ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ മുഖക്കുരു വരുന്നതിനോ അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാവുന്നതിനോ ഒരു സാധ്യതയുണ്ട്. അപ്പൊ ആ സാധ്യത ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് വെസ്റ്റീജിന്റെ ഹൈഡ്രേറ്റിംഗ് സൺസ്ക്രീൻ സിറം സ്കിൻ ഫോർമുല 9-ന്റെ. അത് 100% റിസൾട്ട് ഗ്യാരണ്ടീഡ് ആണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ്. അത് ലൈറ്റർ ആണ്, വളരെയധികം ലൈറ്റർ. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുരട്ടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് സ്കിൻ അപ്പോഴേ തന്നെ അത് അബ്സോർബ് ചെയ്ത് എടുക്കുന്നുണ്ടാവും. യാതൊരു തരത്തിലുള്ള കളർ ചേഞ്ചോ അല്ലെങ്കിൽ ഓയിലി പോലെ തോന്നുകയോ ഒന്നുമില്ല. സ്കിന്നിന് നല്ലൊരു ഗ്ലോ കൊടുക്കുന്നതിന് അത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ 1-2 ദിവസമല്ല സൺസ്ക്രീൻ എന്നല്ല, ഏത് സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏത് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും അത് നമ്മൾ ഒരു ദിവസത്തേക്കല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ വല്ലപ്പോഴും ഉപയോഗിച്ച പോലെ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ തന്നെ മാറി വരുന്നത് നമുക്ക് അറിയാൻ കഴിയും. അപ്പോ സിറം ആയതുകൊണ്ട് തന്നെ ട്രഡീഷണൽ ക്രീമുകളിൽ നിന്നൊക്കെ വളരെ ലൈറ്റർ ആണ്. അതേപോലെ തന്നെ ഒരു വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുക പോലുമില്ല. അത്രയും സ്മൂത്ത് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയി പോകുന്നുണ്ടാവും. ഹൈ ഇന്റൻസിറ്റി പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അതായത് ഇതില് തന്നെ എഴുതിയിട്ടുണ്ട് 50+. SPF 50+ ആണ്. അത് ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് തരുന്നത്. അതുകൂടാണ്ട് നമ്മളൊരു റേറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു, PA റേറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഹൈഡ്രേറ്റഡ് സൺസ്ക്രീൻ സ്കിൻ ഫോർമുല 9-ന്റെ ഹൈഡ്രേറ്റഡ് സൺസ്ക്രീൻ സിറത്തിന് PA+++ ആണ്. അതായത് 3 പ്ലസുകൾ ഉണ്ട്. അതായത് അത്രയും അധികം പ്രൊട്ടക്ഷൻ നമുക്ക് ഈ സൺബേണിൽ നിന്നും അതേപോലെ ഏജിങ്ങിൽ നിന്നും ഒക്കെ നമുക്ക് തരുന്ന ഒരു ഏറ്റവും സൂപ്പർ പ്രൊഡക്റ്റ് ആണ് എന്ന് വേണമെങ്കിൽ എന്റെ പേഴ്സണൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സ്കിൻ ഫോർമുല 9-ൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രേറ്റിംഗ് സൺസ്ക്രീൻ സിറം തന്നെയാണ്. അപ്പോ അത് വരുന്നത് സിറം ആയതുകൊണ്ട് തന്നെ അതിന്റെ 50 മില്ലി ആണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. അതിന്റെ MRP വരുന്നത് 1495 ആണ്. അതേസമയം അതിന്റെ നമുക്ക് DP പ്രൈസ് എന്നുള്ളത് 1000 രൂപയാണ്. വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് വളരെയധികം സ്പ്രെഡ് ചെയ്യുന്ന എനിക്ക് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് അങ്ങനെയാണ്. വളരെ കുറച്ചെടുത്താൽ തന്നെ കൂടുതൽ ഏരിയയിലേക്ക് നമുക്ക്
സ്പ്രെഡ് ചെയ്യിക്കാനായിട്ട് പറ്റും. മറ്റേ ക്രീം പോലെയല്ല, നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കത് ഉപയോഗിക്കാനും സാധിക്കും. പിന്നെ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് നമ്മളിപ്പോ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ രാവിലെ ഇപ്പൊ ജോലിക്ക് പോകുന്നവർ, അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ ആ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പല്ല നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത്. ഒരു മിനിമം ഒരു 15-20 മിനിറ്റ് സമയമെങ്കിലും നമ്മൾ അതിന് മുമ്പ് പുറത്തേക്ക് ഇറങ്ങുന്നതിന് ഒരു 20 മിനിറ്റ് എങ്കിലും മുമ്പ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. അതായത് നമ്മുടെ സ്കിൻ അതുമായിട്ടൊന്ന് അബ്സോർബ് ചെയ്ത് ഒരു ലെയർ ഉണ്ടാക്കണ്ടേ, നമ്മുടെ സ്കിന്നിലെത്തി സ്കിന്നിന്റെ മുകളിൽ ഒരു ലെയർ ആയിട്ട് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിന്റെ ആക്ഷൻ തുടങ്ങുന്നത് വരെയുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം. പിന്നെ നമ്മൾ സാധാരണഗതിയിൽ ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതിന് 2 ഫിംഗർ മെത്തേഡ് ഉണ്ട്. അതായത് നമ്മുടെ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും, അതായത് ചെറുവിരലും നടുവിരലും അതേപോലെ ചൂണ്ടുവിരലും, ഈ 2 വിരലുകളിലും ആയിട്ട് നീളത്തില് സൺസ്ക്രീൻ എടുത്തിട്ട് നമ്മൾ അവിടെ എവിടെയായിട്ട് സ്പോട്ട് ചെയ്തിട്ട് അത് സ്പ്രെഡ് ചെയ്യിക്കുകയാണ് വേണ്ടത്. അപ്പൊ അത് ഒട്ടും അക്കാര്യത്തിൽ നമ്മൾ ഒട്ടും പിശുക്ക് കാണിക്കാൻ പാടില്ല. കാരണം നമ്മുടെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. എവിടെയെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് അതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് UV റേസ് കടക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ചില ഭാഗങ്ങളാണ് നമ്മുടെ ചെവിയുടെ മുകൾ ഭാഗം, അതേപോലെ തന്നെ കഴുത്തിന്റെ ബാക്ക് വശം, പിന്നെ കാലിന്റെ ടോപ്പില്, അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് വിട്ടുപോകാറുണ്ട്. അപ്പൊ ആ ഭാഗവും മുഖത്തിന്റെ ബാക്കി ഭാഗവും നമ്മുടെ ഡിസ്കളറേഷൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ഇത് സൺസ്ക്രീൻ നമ്മൾ രാവിലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നല്ല. ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പുറത്ത് പോകുന്ന വെസ്റ്റീജിയൻസ് എപ്പോഴും നമ്മൾ ഫീൽഡിലായിരിക്കും അല്ലെ. അപ്പൊ നമ്മള് പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 3-4 മണിക്കൂറിനുള്ളിൽ പിന്നീട് റീ അപ്ലൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ അതിലുള്ള SPF എത്രയാണ് എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അത് SPF 30 നമ്മൾ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അതേസമയം 40 അത്ര വേണ്ടി വരില്ല. 50 അതേക്കാൾ കൂടുതൽ സമയം നിലനിൽക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സമയം നോക്കിയിട്ട് നമ്മുടെ SPF 50+ 8 മണിക്കൂറോളം നമുക്ക് പ്രൊട്ടക്ഷൻ തരുമെന്നാണ്. എന്തായാലും ഒരു 6 മണിക്കൂർ നമുക്ക് പ്രൊട്ടക്ഷൻ ഈ SPF 50+ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ഇനി റീ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ മുഖം ക്ലെൻസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വാഷ് ചെയ്യണം. നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ റീ അപ്ലൈ ചെയ്യേണ്ടത്. ഒരിക്കലും ഡയറക്റ്റ് സൺസ്ക്രീൻ നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. നമ്മള് മോയ്സ്ചറൈസർ, സ്കിൻ കെയർ റുട്ടീൻ നമുക്കറിയാലോ. അതായത് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് ആൻഡ് സൺസ്ക്രീൻ. ലാസ്റ്റ് ആണ് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടത്. ഇപ്പോ ഈ സ്കിൻ കെയർ റുട്ടീനൊക്കെ നമ്മൾ ചെയ്യുന്ന രാവിലെ രാത്രിയൊക്കെയാണ്. നമ്മൾ ഇനി പുറത്തു പോകുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം പറ്റുമെങ്കിൽ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം വേണം നമ്മൾ ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത്. ഇത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിനെ അത്രയും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ചിലര് കണ്ടിട്ടുണ്ട് ആ ഓർഡർ മാറ്റി ഉപയോഗിച്ചാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അതായത് ഏറ്റവും ആദ്യം കൊണ്ട് സൺസ്ക്രീൻ ഇട്ടു, പിന്നെ മോയ്സ്ചറൈസർ ഇട്ടു, അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല. അതായത് ഈ സൺസ്ക്രീനിന്റെ മുകളിൽ മോയ്സ്ചറൈസർ കൊണ്ട് ഇടുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അതിനെ ഡൈല്യൂട്ട് ആക്കി കളയും. അപ്പൊ ഒരു ഷീൽഡ് പോലെ വർക്ക് ചെയ്യണം. നമ്മള് സാധാരണ ഇപ്പൊ ഒരു പെയിന്റ് അടിച്ചു വെച്ചേക്കുന്ന സാധനം കുറച്ചൊന്ന് വെള്ളം ഒലിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതേപോലെ തന്നെ ആ സൺസ്ക്രീനിന് ശേഷം മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടണമെന്നില്ല. ഇനി നമുക്ക് സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ സൺസ്ക്രീന് പകരം വെക്കാനായിട്ട് മറ്റൊന്നുമില്ല. അതായത് ആ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത്
അത് സണ്ണിന്റെ ഡാമേജ്, സൂര്യപ്രകാശത്തിൽ നിന്നുള്ള UV റേസിന്റെ ഡാമേജസിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സൺസ്ക്രീനുകൾ അപ്ലൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ സൺസ്ക്രീൻ മാത്രമൊന്നുമല്ലല്ലോ അപ്ലൈ ചെയ്യാം, നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നുണ്ട്, മേക്കപ്പ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്, അങ്ങനെ പല സോപ്പ് ഉപയോഗിക്കാറുണ്ട്, പല പ്രൊഡക്റ്റുകളും നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കാറുണ്ട്. ഇതെല്ലാം തന്നെ ഈ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളെല്ലാം നമ്മൾ സ്കിന്നിന് നല്ലതാവണം എന്ന് കരുതി തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഉപയോഗിക്കുന്ന കാര്യങ്ങള് സൺ ഡാമേജ് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ കൂടിയുള്ളതായെങ്കിലോ അപ്പൊ ഇരട്ടിയായി അതിന്റെ ഗുണം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ കൂടി ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അതായത് സ്കിൻ കെയർ പ്രൊഡക്റ്റുകളിലും മേക്കപ്പ് പ്രൊഡക്റ്റുകളിലും SPF അടങ്ങിയിട്ടുണ്ട്, ഈ സൺസ്ക്രീൻ കൂടാണ്ട്. അതായത് ഒരു സെക്കൻഡറി ലെയർ ആയിട്ട് വേണമെങ്കിൽ, സെക്കൻഡറി ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഉദ്ദേശങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അതിനും അഡീഷൻ ആയിട്ട് SPF കൂടെ തരുന്ന കുറച്ച് പ്രൊഡക്റ്റുകൾ നമ്മുടെ വെസ്റ്റേജ് നമുക്ക് നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് BB ക്രീം. അതായത് BB ക്രീം എന്ന അത് അതാ നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയും, അതിൽ എഴുതിയിട്ടുണ്ട് BB ക്രീം SPF 30+ എന്ന്. അതായത് ഈ BB ക്രീം എന്ന് പറയുന്നത് തന്നെ ഒരു ഓൾ ഇൻ വൺ ആയിട്ടുള്ള ഒരു സ്കിൻ പ്രൊട്ടക്ടർ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. BB ക്രീം എന്തൊക്കെ ചെയ്യുന്നു എന്ന് വെച്ചാൽ സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കും, സ്മൂത്ത് ആക്കും, അതേപോലെ മോയ്സ്ചറൈസ് ചെയ്യും, അതേസമയം തന്നെ ഒരു ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ കൂടി നൽകുന്നുണ്ട്. അതിനൊരു നാച്ചുറൽ ടിന്റ് ഉണ്ട് അല്ലെ? BB ക്രീം ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിനൊരു ടിന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലെമിഷസിനെ മറയ്ക്കുന്നതിന് അത് സഹായിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ അത് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിന്റെ സ്കിന്നിനെ ഈവൻ സ്കിൻ ടോണിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ അതിലും SPF അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇപ്പൊ സൺസ്ക്രീൻ ഉപയോഗിച്ചു, അതിനുശേഷം നമ്മൾ BB ക്രീമും കൂടെ ഉപയോഗിക്കുമ്പോൾ ഇരട്ടിയായി നമ്മുടെ സ്കിന്നിനുള്ള പ്രൊട്ടക്ഷൻ. ഇനി അത് കൂടാണ്ട് അശ്വറിന്റെ നാച്ചുറൽ ഡേ ക്രീം അവൈലബിൾ ആണ് അല്ലെ? അതില് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. അതില് മുരിങ്ങയുടെയും ആമസോണിയൻ മുർമുറു ബട്ടറിന്റെ ഒക്കെ ഗുണഫലങ്ങളാണ് അതിലുള്ളത്. അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈഡ്രേഷൻ നൽകുന്നുണ്ടാവും. അപ്പൊ ഇത് എവിടെയാണ് ഉപയോഗപ്പെടുക എന്ന് വെച്ചാൽ പരിസര മലിനീകരണം മൂലമൊക്കെ സ്കിന്നിന് ഒരുപാട് ഡാമേജുകൾ ഉണ്ടാകുന്ന ഒരു കാലത്താണ് നമ്മള് ജീവിക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷിക്കുന്നതിന് സഹായിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നതിന്, ഹൈഡ്രേഷൻ നൽകുന്നതിന് സഹായിക്കും. അപ്പൊ ഹൈഡ്രേഷൻ നൽകുമ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ സൂര്യപ്രകാശത്തിൽ നിന്നുണ്ടാവുന്ന ബേണിംഗ് സെൻസേഷൻ ഒക്കെ കുറയുന്നുണ്ടാവും. അതുകൂടാണ്ട് നമുക്ക് ഡെയിലി മോയ്സ്ചറൈസർ, അഷ്വർ കാറ്റഗറി തന്നെ വരുന്ന ഡെയിലി മോയ്സ്ചറൈസർ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. വളരെയധികം ഹൈഡ്രേറ്റ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതില് ഹിബിസ്കസിന്റെയും പംകിൻ സീഡ് എക്സ്ട്രാക്റ്റും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഡെയിലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അത് എവിടെയാണ് നമുക്ക് ഈ കാലത്ത്, അതായത് സമ്മറിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് സൺ ഇൻഡ്യൂസ്ഡ് ഡ്രൈനെസ്, അതായത് സൂര്യപ്രകാശം കൂടുതലായി ഏൽക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് ഡ്രൈനെസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ ഡ്രൈനെസ് കുറയ്ക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഡെയിലി മോയ്സ്ചറൈസറിന് കഴിയുന്നുണ്ട്. ഇനി ഇത് നമ്മള് ഡെയിലി സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേറൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കംപ്ലീറ്റ് ഫെയർനെസ് ക്രീം. അത് നമ്മള് സൺസ്ക്രീനിന് ശേഷമാണ് അതും അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇരട്ടി പ്രൊട്ടക്ഷൻ നൽകുന്നതിന് അതിന് സാധിക്കുന്നുണ്ട്. ഇനി അഡ്വാൻസ്ഡ് കെയർ അല്ലെങ്കിൽ ടാർഗറ്റഡ് സൊല്യൂഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില പ്രൊഡക്റ്റുകൾ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാണ് SF9 പ്രൊഡക്റ്റുകൾ എല്ലാം തന്നെ അങ്ങനെ തന്നെയാണ്. അതിൽ ഏറ്റവും നമുക്ക് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തുന്ന, അതായത് സണ്ണിന്റെ ഡാമേജിൽ നിന്ന് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതില്
മൈൽഡ് ആയിട്ടുള്ള ഒരു UV ഫിൽട്ടർ അടങ്ങിയിട്ടുണ്ട്. എങ്കിലും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റ് ഇട്ടിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കാതെ ഒരിക്കലും പുറത്തു പോകാൻ പാടില്ല. നമ്മൾ അതിന്റെ കൂടെ സൺസ്ക്രീൻ ഉപയോഗിക്കണം. എങ്കിൽ കൂടി നമുക്കൊരു നാച്ചുറൽ ആയിട്ടൊരു ഫിൽട്രേഷൻ അതിൽ തന്നെ ആ ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് സ്കിന്നിലേക്ക് വരുന്നുണ്ടാവും. ഇനി അത് പുതിയതായിട്ടുള്ള ഡാർക്ക് സ്പോട്ടുകൾ ഉണ്ടാകാതിരിക്കാനും പിഗ്മെന്റേഷൻ തടയുന്നതിനും ഒക്കെ സഹായിക്കും. സ്കിൻ ടോൺ കുറച്ചുകൂടെ ഭംഗിയുള്ളതാക്കും. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റ്. നമ്മളിപ്പോ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് സംസാരിച്ചത് അല്ലേ? അതേസമയം നമ്മൾ ഏറ്റവും നമുക്ക് സാമ്പത്തികമായിട്ട് ഒറ്റ ഇതും വരാത്ത അല്ലെങ്കിൽ എന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു പ്രൊഡക്റ്റ് ആണ് അഷറിന്റെ കോംപ്ലക്ഷൻ ബാർ. അക്ഷർ കോംപ്ലക്ഷൻ ബാറില് അത് നമ്മൾ വിചാരിക്കും ഒരു സോപ്പല്ലേ, സോപ്പിന് എങ്ങനെയാ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുക സണ്ണിൽ നിന്നും എന്ന് വിചാരിക്കാം. പക്ഷെ ഇതില് നമ്മുടെ കുങ്കുമവും അതേപോലെ ഒലിവ് ഓയിലും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പണ്ടുപോലെ കേൾക്കുന്ന കാര്യമാണ് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അതായത് സ്കിൻ ടാൻ ഒക്കെ ഒഴിവാക്കുന്നതിനും ഒക്കെ കുങ്കുമാതിലേപം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ടുപോലെ കേൾക്കണ കാര്യങ്ങളാണ്. അപ്പോ ആ ഗുണഫലം നമ്മുടെ ഈ ഒരു സോപ്പിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയും. സ്കിന്നിന്റെ തിളക്കം വർദ്ധിപ്പിക്കാനും അതേപോലെ സൂര്യപ്രകാശത്തിന്റെ ദോഷങ്ങളിൽ നിന്ന് സ്കിന്നെ സംരക്ഷിക്കാനും ഈ ഒരു സോപ്പ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നത് വഴി സാധിക്കുന്നുണ്ട്. ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ സ്കിൻ കെയർ റുട്ടീനുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് പ്രൊഡക്റ്റുകളാണ് നമ്മൾ പറഞ്ഞത്. അതോടൊപ്പം തന്നെ നമ്മൾ സ്കിൻ കെയർ മാത്രമല്ലല്ലോ നമ്മൾ ചെയ്യാം, അതിനൊപ്പം നമ്മൾ മേക്കപ്പ് ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പൊ മേക്കപ്പില് ചില പ്രൊഡക്റ്റുകളിൽ SPF ഉണ്ട്. അത് മിസ്റ്റർ ഓഫ് മില്ലന്റെ പ്രൊഡക്റ്റുകളിലാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. അതായത് മിസ്റ്റർ ഓഫ് മില്ലന്റെ ഫൗണ്ടേഷൻ പെർഫെക്റ്റ് ഫൗണ്ടേഷൻ, അതില് SPF 15 അടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു സിറം ബേസ്ഡ് ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ്. അപ്പൊ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം, വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല കവറേജ് കൊടുക്കുന്നതിന് അത് സാധിക്കുന്നുണ്ട്. അതായത് ഒരു ഈവൻ സ്കിൻ ടോൺ ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കുന്നതിനും ഈ ഒരു ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത് വഴി സാധിക്കും. നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് മേക്കപ്പ് പ്രൊഡക്റ്റുകൾ നമ്മുടെ സ്കിന്നിന് നല്ലതല്ല എന്ന്. പക്ഷേ ഈ നമ്മുടെ മിസ്റ്റർ ഓഫ് മില്ലന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വളരെയധികം നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് സഹായിക്കുന്നു. സ്ലൈഡ് കാണുന്നില്ല ആർക്കും? ഹലോ, കാണാം മാഡം, ഇപ്പൊ ഓക്കെയാ? ഓക്കെ. അപ്പൊ അത് UV റേസിൽ നിന്ന് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് SPF 15 അടങ്ങിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് നമ്മുടെ പ്രോ പെർഫെക്റ്റ് ഫൗണ്ടേഷൻ മിസ്റ്റർ ഓഫ് മില്ലന്റെ. ഇതില് വൈറ്റമിൻ ഇ ഉണ്ട്, പപ്പായ എക്സ്ട്രാക്ട് ഉണ്ട്. അതേപോലെ ഈ പപ്പായ എക്സ്ട്രാക്ട് അടങ്ങിയിരിക്കുന്നത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്താനും സഹായിക്കുന്നുണ്ടാവും. ഇനി മറ്റൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മിസ്റ്റർ ഓഫ് മില്ലന്റെ തന്നെ കോമ്പാക്ട് പൗഡർ ആണ്. കോമ്പാക്ട് പൗഡറിൽ മേക്കപ്പ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ കോമ്പാക്ട് പൗഡർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ അതിനൊരു ഭംഗിയായിട്ട് നിർത്താൻ വേണ്ടിയിട്ട്, അതായത് ഇളകി പോകാതെ ഒരു ഈവൻ സ്കിൻ ടോണിനോടുകൂടിയും ഓയിലി ആവാതെയൊക്കെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് നിർത്താനാണ് കോമ്പാക്ട് പൗഡേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോ ഈ മിസ്റ്റർ ഓഫ് മില്ലന്റെ കോമ്പാക്ട് പൗഡർ ഉപയോഗിക്കുമ്പോൾ അത് മേക്കപ്പിനെ സെറ്റ് ചെയ്ത് നിർത്തുന്നതിനൊപ്പം തന്നെ ഒരു മൈനർ ഫിസിക്കൽ ബാരിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ഫിസിക്കൽ ബാരിയർ എന്ന് ഓർക്കുക, അതായത് ഒരു ഷീൽഡ് പോലെ അല്ലെങ്കിൽ ഒരു കണ്ണാടി പോലെ മറ്റേ UV റേസിനെ റിഫ്ലക്ട് ചെയ്ത് വിടുന്നതിനുള്ള ഒരു ഷീൽഡ് പോലെ അത് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോ ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ സൺ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അതായത് ഒരു സെക്കൻഡറി ലെയർ ആയിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ലെയർ ആയിട്ട് തീർച്ചയായിട്ടും നമ്മൾ
സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം, അത് മറന്നു പോകരുത്. വേറെ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും ഏതൊക്കെ മേക്കപ്പ് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചാലും ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളെല്ലാം ഉപയോഗിച്ചാൽ തന്നെയും ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. ഇനി സൺസ്ക്രീൻ നമ്മള് വർക്ക് ചെയ്യുന്നത് ഒരു വെൽനസ് ഇൻഡസ്ട്രിയിലാണ് അല്ലെ. അപ്പോ ആരോഗ്യവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തെ വിളിച്ചോതുന്ന ഏറ്റവും വലിയൊരു ഓർഗനാണ്. അപ്പൊ നമ്മള് ഈ പുറമെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയാലും നമ്മുടെ ഉള്ളിലും അതിനനുസരിച്ച് സ്ട്രെങ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഒരു കാരണവശാലും നന്നായി വരില്ല. അപ്പോ അങ്ങനെ വരുമ്പോ നമുക്ക് കുറച്ച് സപ്ലിമെന്റുകളെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ കമ്പനി വെസ്റ്റേജ് കമ്പനി ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് തരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സപ്ലിമെന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്പിരുലിന തന്നെയാണ്. അപ്പോ ഈ സ്പിരുലിന എന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സാധാരണ ഏത് ആന്റി ഓക്സിഡൻസ് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ഫ്രീ റാഡിക്കലുകൾ ഉണ്ടാവുന്നത് ന്യൂട്രലൈസ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ടാവും. വെസ്റ്റേജിൽ ഒരുപാട് സപ്ലിമെന്റുകൾ ഉണ്ട്. അതില് സ്കിന്നിൽ എപ്പോഴും യു വി റേസ് ഏൽക്കുമ്പോ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ സ്കിൻ സെല്ലുകളിൽ ഫ്രീ റാഡിക്കലുകൾ ഉണ്ടാവുന്നു. അതിന്റെ ഫലമായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാവാൻ തുടങ്ങും. അപ്പോ ഇതിനൊക്കെ തടയിടാനായിട്ട് ശരീരം തന്നെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നാച്ചുറൽ ആയിട്ടുള്ള റിപ്പയർ വർക്കുകൾ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ നാച്ചുറൽ റിപ്പയർ റിപ്പയർ പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ആന്റി ഓക്സിഡന്റുകൾ ചെയ്യുന്നത്. അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ്, ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ സ്പിരുലിന. സ്കിന്നിന്റെ സൂപ്പർ ഫുഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് സ്പിരുലിനെ വിളിക്കാം. കാരണം അത്രയധികം ബീറ്റ കരോട്ടീനും ഫൈക്കോസയാനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ സ്പിരുലിന എന്ന് പറയുന്നത്. അപ്പോ രണ്ട് രീതിയിലാണ് സ്പിരുലിന നമ്മുടെ ശരീരത്തില് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇഷ്ടംപോലെ ബീറ്റ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അത് യു വി റേസ് നമ്മുടെ ശരീരത്തിൽ, ബീറ്റ കരോട്ടിൻ എന്ന് പറയുന്നത് നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. യു വി ഇൻഡ്യൂസ്ഡ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിന്, സ്കിന്നിലെ യു വി ഇൻഡ്യൂസ്ഡ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെതിരെ ഉള്ള പോരാട്ടം ശക്തമാക്കുന്നതിന് നമുക്ക് സ്പിരുലിന സ്ഥിരമായി ഉപയോഗിക്കുന്നത് കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇനി ഓൾറെഡി നമ്മുടെ സ്കിന്നില് സൺ ഡാമേജ് ഒക്കെ സംഭവിച്ചു, മൈനർ ആയിട്ടുള്ള സൺ ഡാമേജുകൾ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ആവാനും സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും സ്പിരുലിനയിലുള്ള ഹൈ ആന്റി ഓക്സിഡന്റ് കണ്ടന്റുകൾ സഹായിക്കുന്നുണ്ട്. അപ്പോ ആന്റി ഓക്സിഡന്റുകൾ ഒന്ന് മാത്രമല്ല നമുക്ക് വെസ്റ്റേജ് കമ്പനി നമുക്ക് തരുന്നത് അല്ലെ. അതുകൊണ്ട് നമുക്ക് വേറൊരു ആന്റി ഓക്സിഡന്റുകളെ സമ്പന്നമായ മറ്റൊരു പ്രൊഡക്റ്റുകളെ കുറിച്ചും പറയാതിരിക്കാൻ പറ്റില്ല. അത് മറ്റൊന്നല്ല, കുർക്കുമിൻ പ്ലസ് ആണ്. കുർക്കുമിൻ പ്ലസ് ഉണ്ടാക്കിയിരിക്കുന്നത് മഞ്ഞളിൽ നിന്ന് നമുക്കറിയാം. പണ്ട് മുതലേ തന്നെ നമ്മള് ബ്യൂട്ടി പ്രൊഡക്റ്റുകളിലും ഒക്കെ ഉപയോഗിച്ചു വന്നിരുന്നു. അതുപോലെ മഞ്ഞൾ തന്നെ പണ്ടുള്ളവര് മുഖത്ത് തേക്കുന്നതൊക്കെ നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ്. അപ്പൊ മഞ്ഞളുടെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ നല്ല ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, ആന്റി ഓക്സിഡന്റ് ആണ്, ഇതൊക്കെ ഉണ്ട്. ഈ ഘടകങ്ങളെല്ലാം തന്നെ നമ്മുടെ കുർക്കുമിൻ പ്ലസിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ യു വി പ്രൊട്ടക്ഷന് വളരെയധികം സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് നമ്മുടെ കുർക്കുമിൻ പ്ലസ്. ഇത് എങ്ങനെയാ സഹായിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുർക്കുമിൻ പ്ലസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില യു വി റേസിനെ അബ്സോർബ് ചെയ്യും. അതേപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ള ഒരവസ്ഥയുണ്ടല്ലോ, അതിൽ നിന്നുള്ള ഡാർക്ക് സ്പോട്ടുകളൊക്കെ കുറയ്ക്കുന്നതിനും, അതായത് സൺ എക്സ്പോഷർ കൂടുമ്പോഴാണ് നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടാവുന്നത്. അതിനെയൊക്കെ മിനിമൈസ് ചെയ്യുന്നതിന് ഈ കുർക്കുമിൻ പ്ലസിന്റെ ഉപയോഗം കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആന്റി ഏജിങ്ങിന് സഹായിക്കുന്നു. അതായത് നമ്മുടെ സൺ എക്സ്പോഷർ മൂലം കൂടുതൽ സൺ എക്സ്പോഷർ ഏൽക്കുന്നത് മൂലം എന്താ പറ്റുക, നമ്മുടെ സ്കിന്നിന് പ്രീമെച്ചർ ഏജിങ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരും എന്ന് പറയും.
ഈ കുർക്കുമിന്റെ ഉപയോഗത്തിലൂടെ ഫോട്ടോ ഏജിങ് അല്ലെങ്കിൽ പ്രീമച്ചുർ റിങ്കിൾസിനെ തടയാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. സ്കിന്നിലെ സൺലൈറ്റ് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ കൊളാജൻ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ട്. കൊളാജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, സ്കിന്നിന് ആരോഗ്യം കൊടുത്തുകൊണ്ട്, നമ്മുടെ സ്കിന്നിന് തിളക്കം കൊടുത്തുകൊണ്ട് ഉള്ള ഒരു ലെയർ ആണ് അല്ലെ കൊളാജൻ എന്ന് പറയുന്നത്. സ്കിന്നിൽ മാത്രമല്ല, ശരീരത്തിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ കൊളാജൻ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ, കൂടുതൽ വെയിൽ ചെല്ലുമ്പോഴത്തേനും, അതായത് ഫ്രീ റാഡിക്കലി ചെല്ലുമ്പോൾ ഈ കൊളാജന് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. അതിനെ തടയുന്നതിന് കുർക്കുമിന്റെ ഉപയോഗം കൊണ്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറയാതെ പോകാൻ പറ്റാത്ത മറ്റൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ അലോവേര എന്ന് പറയുന്നത്. അലോവേര നമുക്ക് സാധാരണ പച്ചയ്ക്ക് നമ്മുടെ ചെടിയായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ കൂളിംഗ് എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അല്ലേ. അപ്പോ ഈ നമ്മുടെ അലോവേര സപ്ലിമെന്റ് ആയിട്ട് ഉള്ളി കഴിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്കത് ഉപയോഗപ്പെടുക എന്ന് വെച്ചാല്, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഹൈഡ്രേഷൻ കൊടുക്കുന്നതിന് ഈ അലോവേരയുടെ ഉപയോഗം കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നിന്റെ pH ബാലൻസ് ചെയ്ത് നിർത്തുന്നതിനും, അതേപോലെ സ്കിന്നിന്റെ മോയ്സ്ചർ ബാരിയർ മെയിൻറ്റെയിൻ ചെയ്യാനും, അതായത് സാധാരണ രീതിയിൽ തന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ സ്കിന്നിന് ഒരു മോയ്സ്ചർ ബാരിയർ ഉണ്ട്. അതായത് ഒരു സ്വാഭാവികമായ ഒരു ഈർപ്പം ഉണ്ട് നമ്മുടെ സ്കിന്നിന്. ആ ഈർപ്പത്തിനെ നിലനിർത്താനായിട്ട് ഈ അലോവേരയുടെ ഉപയോഗം കൊണ്ട് സാധിക്കുന്നുണ്ട്. നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിന്നാണെന്ന് വിചാരിക്കുക, നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ഇപ്പോ നമ്മൾ ഏറ്റവും അധികം ചൂടിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നന്നായിട്ട് തന്നെ വെള്ളം കുടിക്കണം. ആ വെള്ളം കുടിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മള് അലോവേരയും കൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ഒരു മോയ്സ്ചർ ബാരിയർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. അങ്ങനെയുള്ള ഒരു സ്കിന്നിലേക്ക് ഒരു സൂര്യപ്രകാശത്തിന്റെ ഒരു ഡ്രൈയിങ് എഫക്റ്റ് ഉണ്ടല്ലോ, അതായത് നമ്മൾ വെയിൽ ഏൽക്കുമ്പോൾ നമ്മുടെ ചർമ്മം വരണ്ടുണങ്ങി പോകുന്ന ഒരവസ്ഥ, അതിനെതിരെ പ്രതിരോധിച്ചു നിൽക്കാനായിട്ട് സ്കിന്നിന് സാധിക്കുന്നുണ്ടാവും. ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ അലോവേരയിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോ UV പ്രൊട്ടക്ഷൻ സപ്പോർട്ടിന് നമ്മുടെ സൺസ്ക്രീനൊപ്പം കോംപ്ലിമെന്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ അലോവേര എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നീമാണ്. നീം എന്ന് വെച്ചാൽ ആര്യവേപ്പ്. ആര്യവേപ്പ് പണ്ട് മുതലേ നമ്മള് ഒരു മുഖത്തൊക്കെ മൂക്കുരു ഉണ്ടാകുമ്പോഴും ഒക്കെ നമ്മള് അരച്ചിടുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ആര്യവേപ്പ് അല്ലെ. അപ്പോ അത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, അതേപോലെ ആന്റി ബാക്ടീരിയ പ്രോപ്പർട്ടി ഉണ്ട്. ഇതെല്ലാം അടങ്ങിയിട്ടുള്ള നീം നാച്ചുറൽ ബ്ലഡ് പ്യൂരിഫയർ കൂടിയാണ്. അപ്പോ ചൂടുകാലത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവുന്ന ഒരു കാലം എന്ന് പറയുന്നത് ഇതാണ്, വേനൽക്കാലം തന്നെയാണ്. അപ്പൊ പ്രത്യേകിച്ച് ഇന്നത്തെ പോലെ ഒരുപാട് വിയർക്കുന്ന ഒരു സമയം, ഹ്യൂമിഡിറ്റി കൂടുതലാണ് ഇപ്പൊ അന്തരീക്ഷത്തിൽ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വിയർക്കുന്നുണ്ടാവും. അപ്പൊ വിയർപ്പ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഒരുപാട് സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതായത് തലയിലാണെങ്കിൽ ഡാൻഡ്രഫ് ഭയങ്കരമായിട്ട് വരിക, മുഖത്ത് കുരുക്കൾ അധികമായിട്ട് കാണപ്പെടുക, ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മള് കടന്നു പോകുന്നത്. അപ്പൊ ഇതിനെല്ലാം ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാനായിട്ട് റൊട്ടീനായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നീമിന്റെ ഉപയോഗം കൊണ്ട് നമുക്ക് സാധിക്കും. അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ ഉൾപ്പെടെ ബ്ലഡിനെയും ഒക്കെ അത് പ്യൂരിഫൈ ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോടുകൂടി നിലനിർത്താനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ ഈ സമയത്ത് ഭയങ്കരമായിട്ട് വിയർക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. വിയർക്കുന്ന സമയത്ത് വിയർക്കുന്നവർക്കറിയാം, ഒരുപാട് വിയർപ്പുള്ളവർക്കറിയാം സ്മെല്ല്, ശരീരത്തിന് ബാഡ് ഒഡോർ ഉണ്ടാവുന്നത് ഒരു പ്രശ്നം തന്നെയാണ് ചിലർക്കെങ്കിലും. അപ്പോ ഈ ബാഡ് ഒഡോർ കുറയ്ക്കുന്നതിനും ഒരു വിയർപ്പിന്റെ അസ്വസ്ഥതകൾ ഒഴിവാക്കുന്നതിനും ഒക്കെ നീം ഒരു നന്നായിട്ട് സഹായിക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ്. അത് നമ്മുടെ ശരീരത്തിനെ സൂത്ത് ചെയ്ത് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് വളരെയധികം സഹായിക്കും. ഇനി ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ മുഖക്കുരു പോലെയുള്ള പ്രശ്നങ്ങളും ബ്ലെമിഷസും ഒക്കെ കുറഞ്ഞിരിക്കാനായിട്ട്, ആക്നെ ബ്ലെമിഷസും ഒക്കെ കുറഞ്ഞിരിക്കുന്നതിന് കാരണമാകും.
ഓയിൽ കൺട്രോൾ ചെയ്യുന്നതിന് മുഖക്കുരു വരുന്നതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻസിൽ കൂടുതൽ ഓയിൽ പ്രൊഡക്ഷൻ നടക്കുന്നത് മൂലമാണ് അല്ലെ. അപ്പോ ഈ എക്സസ് ഓയിലിനെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ട്രഡീഷണൽ ടിപ്പ് തന്നെയാണ് നമ്മുടെ ഈ നീം എന്ന് പറയുന്നത്. അത് നമ്മൾ സപ്ലിമെന്റ് രൂപത്തിൽ അല്ലെങ്കിൽ ഗുളിക ക്യാപ്സ്യൂൾ രൂപത്തിൽ കഴിക്കുന്നു എന്ന് മാത്രം. നമ്മുടെ കരളിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ ഈ നീമിന്റെ ഉപയോഗം വഴി നമുക്ക് സാധിക്കുന്നുണ്ട്. വെയിലും ചൂടും ഒക്കെ സ്കിൻ ഏറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് വളരെയധികം ഇറിറ്റേഷൻസ് ഉണ്ടാവാറുണ്ട്. അതിന് കാം ആക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ നീം ക്യാപ്സ്യൂള്. അപ്പോ ഇതിന്റെ ഒപ്പം ഈ പറഞ്ഞ സപ്ലിമെന്റുകളൊക്കെ എത്ര വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് കൊടുക്കാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സപ്ലിമെന്റുകൾ സാധാരണയായിട്ട് ഈ അലവരയൊന്നും കുട്ടികൾക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ കുറച്ചും കൂടെ ഒരു 12 വയസ്സ് മുതലാണ് നമ്മൾ സാധാരണയായിട്ട് സപ്ലിമെന്റുകൾ കൊടുക്കാറ്. എല്ലാ സപ്ലിമെന്റുകളും എല്ലാവർക്കും പറ്റില്ലല്ലോ. അപ്പൊ ചില സപ്ലിമെന്റുകൾ ഏജ് അനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക. ഇപ്പൊ നമ്മുടെ ഐസാൻഡയുടെ ഇതിലുള്ള സപ്ലിമെന്റുകൾ നമ്മൾ തീർച്ചയായിട്ടും 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ. പക്ഷെ ഈ അലവര പോലെയുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞ മിക്കവാറും പ്രൊഡക്റ്റുകളെല്ലാം തന്നെ 7 വയസ്സ് മുതലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോ ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നമ്മുടെ സമ്മർ സീസണില് സ്കിൻ കെയറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരുപാട് സഹായിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പോ ഇതില് എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പൊ ഒരു കാര്യം വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സ്കിൻ കെയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ എപ്പോഴും വൃത്തിയായിട്ട് കൊണ്ടു നടക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അതേപോലെ നല്ല ഉറക്കം ലഭിക്കുക, ആവശ്യത്തിനുള്ള എക്സസൈസ് നമ്മുടെ ശരീരത്തിന് കൊടുക്കുക, ഗട്ട് ക്ലിയർ ആയിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എത്ര വലിയ ചൂടാണെന്നുണ്ടെങ്കിലും അതിനെ തീർച്ചയായിട്ടും ഓവർകം ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിന് കഴിയും. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റുള്ളവരിലേക്കും അറിവുകൾ എത്തിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. വിഷ് യു വെൽ. താങ്ക് യു.